ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായുള്ള ധ്യാന വിഷയം പുനരുദ്ധാനം എന്നുള്ളതാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 25 വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണാനന്തരം ശരീരം വീണ്ടും ജീവൻ പ്രാപിക്കുന്നതാണ് പുനരുദ്ധാനം. യേശു ക്രിസ്തുവിന്റെ ഞാനാകുന്നെന്ന പ്രസ്താവനയിൽ 5-ാമത്തേതാണ് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്നുള്ളത്. ജീവന്റെ ദാതാവായ യേശു ക്രിസ്തുവിന് മരണത്തിന്മേലുള്ള അധികാരത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ലാസർ എന്ന വ്യക്തിയെ മരിച്ച ശേഷം ഉയർപ്പിക്കുന്ന അത്ഭുതം വിവരിച്ചിരിക്കുന്നു. ഇതിലൂടെ യേശു ക്രിസ്തുവിന്റെ ദൈവശക്തിയും മനുഷ്യരോടുള്ള സ്നേഹവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുഃഖവും നിരാശയുമുള്ള സാഹചര്യത്തിലും നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. പുനരുദ്ധാനം എന്ന വിഷയം മനുഷ്യ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യവും നിത്യജീവന്റെ പ്രത്യാശയും കുറിച്ച് പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശമാണ്. ആമേൻ.